ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ്. ബദരിനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ വചനഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച 3 വാക്യങ്ങളാണ് നാം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 34-35 വാക്യങ്ങളിൽ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. നാം കേൾവി ശക്തി കൊണ്ട് അനുഗ്രഹീതരാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതിനും ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നതിനും ധാർമ്മികതയ്ക്കനുസരിച്ച് ജീവിക്കുന്നതിനും പലപ്പോഴും നമ്മുടെ കേൾവിയെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇവയെല്ലാം നമ്മുടെ ബധിര കർണങ്ങളിലാണ് പതിക്കുന്നത്. കേൾവി ഉണ്ടായിട്ടും ഇവയൊന്നും കേൾക്കാനോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നാം തയ്യാറാവുന്നില്ല. അതുകൊണ്ട് യേശു നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്, നമ്മുടെ കാതുകൾ തുറക്കപ്പെടട്ടെ, എഫാത്ത. കാരണം നമ്മളുള്ള ആത്മാവിൻ്റെ ആന്തരികമായ സ്വരം ശ്രവിക്കാൻ നമുക്ക് സാധിക്കണം. യേശു നമുക്ക് നൽകിയ ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നതെന്നനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ആന്തരികമായ കേൾവിശക്തികൾ തുറക്കണം. കാണാത്തത് കാണാനും കേൾക്കാത്തത് കേൾക്കാനുമുള്ള, ദൈവിക സ്വരം തിരിച്ചറിയാനുമുള്ള ആത്മീയ ശക്തി വീണ്ടെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നാവിൻ്റെ കെട്ടഴിഞ്ഞപ്പോൾ അവൻ വിലക്കിയിട്ടും തനിക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് അവൻ ശുഷ്കാന്തിയോടെ പ്രഘോഷിച്ചു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവരാണ് നാം. പക്ഷേ അത് പ്രഘോഷിക്കുന്നതിന് നാം തയ്യാറല്ല, അത് ഏറ്റുപറയുന്നതിന് നാം തയ്യാറല്ല. ഇവിടെ യേശു വിലക്കിയിട്ട് പോലും സൗഖ്യം സ്വീകരിച്ച ആ വ്യക്തിക്ക് പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. മത്തായി 5:13 ഈ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഉറവിട്ടു പോകാത്ത ഉപ്പായി തീരുമ്പോൾ, ലോകത്തിൻ്റെ പ്രകാശമായി തീരുമ്പോൾ മനുഷ്യർ നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തും. ഇതാണ് യേശു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. മർക്കോസ് 37-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. യേശുവിൻ്റെ ജീവിതം നാം സുവിശേഷങ്ങളിലൂടെ വായിക്കുമ്പോൾ യേശുവിന് എല്ലാം വളരെ കൃത്യതയോടെ വിശുദ്ധിയോടെ ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രോഗികളെ സുഖപ്പെടുത്തുന്നതും ജനങ്ങൾക്ക് പ്രബോധനങ്ങൾ നൽകുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നതും എല്ലാം അവസരത്തിനനുസരിച്ച് അവരെ സഹായത്തിന് എത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ ഈ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിലും പ്രചോദനമേകണം. നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതിനും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നതിനുമായി തീരുന്നില്ലേ? ദൈവപുത്രനായിരുന്നിട്ടും സാധാരണ മനുഷ്യപുത്രന്റെ എല്ലാ സങ്കടങ്ങളും വേദനകളും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ജീവിതത്തിന് പ്രത്യാശ നൽകുകയും ചെയ്തു. പാവപ്പെട്ടവന്റെയും ആവണിക്കപ്പെടുന്നവന്റെയും കണ്ണീരൊപ്പുന്നവർക്കാണ് ദൈവരാജ്യം സ്വന്തമാക്കാൻ സാധിക്കുക എന്ന് സ്വന്തം ജീവിതത്തിലൂടെ അവിടുന്ന് പ്രഘോഷിച്ചു. ക്രൈസ്തവരായ നമ്മുടെ ദൗത്യവും അതാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ആഡംബരങ്ങൾക്കിടയിലും ആഘോഷങ്ങൾക്കിടയിലും നാം മറന്നുപോകുന്ന യേശു പഠിപ്പിച്ച ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് എളിമയോടെ വിനയത്തോടെ ലാളിത്യത്തിന്റെ ജീവിതശൈലി സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാനും യേശുവിന് വേണ്ടി കാഴ്ചകൾ കാണുവാനും യേശുവിന് വേണ്ടി കേൾക്കുവാനും അങ്ങനെ യേശുവിൻ്റെ കണ്ണും കാതും കൈയും കാലുമായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ യേശുവിൻ്റെ വിമോചന ദൗത്യം ഈ സമൂഹത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന, യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് വളരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തമാക്കിക്കൊണ്ട് അങ്ങ് സുവിശേഷത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സുവിശേഷത്തിനനുസൃതമായ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.